ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്, ഞാൻ മുടി വെട്ടാൻ പോവാണ് ഗൈസ്. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി മുടി വെട്ടിയിട്ട് ഇപ്പൊ കുറേ നാളുകളായി, വർഷങ്ങളായെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ വിചാരിച്ചു മുടി വെട്ടാന്ന്. കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് മുടി വെട്ടണം, അതായത് ന്യൂ ഇയറിന് മുമ്പേ വിചാരിച്ചാണ് മുടി വെട്ടണമെന്ന്. പിന്നെ സമയം കിട്ടില്ല ഗൈസ്, ഓരോ ആഴ്ചയിൽ ഓരോരോ മുടക്കമാണ്. ഇന്നലെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോയി, അതായത് സൺഡേ, നമ്മുടെ ജനുവരി 19 അന്ന് ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോയി. പക്ഷേ കടയിൽ അവധി ആയതുകൊണ്ട് വെട്ടാൻ പറ്റില്ല. ഞാനും അമ്മ കൂടെ പോയതാണ്. കട അവധി ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇന്ന് പിറ്റേ ദിവസം മൺഡേ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ പണിക്കാരുണ്ട്, അപ്പോൾ അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ്. റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും പോകാം. ചേട്ടനെ ഒന്ന് വിളിച്ച് നോക്കണം, അവനെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കണം. ഞാൻ ഏതായാലും എൻ്റെ ഇപ്പോഴത്തെ മുടിയുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റാൻഡ് വെച്ച് കാണിച്ചു തരാം ഗൈസ്, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. അപ്പോൾ ഏതായാലും ഞാൻ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. ഒരു മിനിറ്റ് ഗൈസ്. അപ്പം ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇത്രയും മുടി ഉണ്ടെന്ന് നിങ്ങൾ കാണിച്ചു തരുവാണ്. അപ്പം ഇത്രയും മുടിയിൽ നിന്നും എത്രത്തോളമാണ് മുടി വെട്ടാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഇട്ടില്ലെങ്കിൽ എനിക്ക് വേറെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല ഗൈസ്. കാരണം ഇനിയുള്ള വീഡിയോസിലൊക്കെ എൻ്റെ മുടി വെട്ടിയ കോലമായിരിക്കും നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഏതായാലും ഇത് കാണിക്കാമെന്ന്. അപ്പം ഞാൻ ദേ മുടി വെട്ടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ലെങ്ത് കാണിച്ചു തരുവാണ്. അപ്പം ഏതായാലും നമുക്ക് മുടി വെട്ടാൻ പോകാനായിട്ട് ഇറങ്ങി. അതേ നമ്മൾ ആദ്യം വന്നത് ഷിബിനാസിലോട്ടാണ്. അപ്പോൾ ഷിബിനാസി വന്ന് അവിടെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷയോടാണ് ഗൈസ് വന്നത്. കാരണം നമ്മൾ തലേദിവസം വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷിബിനാസിൽ അന്ന് സർവീസ് ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഷിബിനാസിൽ സർവീസ് ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അമ്മൂനെ വിളിച്ച് ചോദിച്ചു കേടി വേറെ എവിടെയാണുള്ളതെന്ന്. അപ്പോൾ അവൾ എനിക്കൊരു ബ്യൂട്ടി പാർലർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യൂട്ട് എന്ന് പറയുന്നൊരു ബ്യൂട്ടി പാർലറാണ് നമ്മുടെ എഴിക്കകത്ത് ജംഗ്ഷനിലുള്ള. അപ്പം ഞാൻ നേരെ അതേ അങ്ങോട്ട് നടക്കുകയാണ് ഗൈസ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു, അതുകൊണ്ട് മുടി വെട്ടുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഇതിൽ പ്രതീക്ഷിക്കേണ്ട. ഇതിനകത്ത് മുടി വെട്ടി അതിൻ്റെ റിയാക്ഷൻ വീഡിയോ മാത്രമാണ് ഉള്ളത്. മുടി വെട്ടുന്ന വീഡിയോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളത് കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ക്യൂട്ട് എന്ന് പറയുന്ന ബ്യൂട്ടി പാർലർ എത്തി. ഹരിപ്പാട് ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. ഒത്തിരി വലുതൊന്നുമല്ല ഗൈസ്, പക്ഷേ അടിപൊളി സർവീസാണ്. നന്നായിട്ട് മുടി വെട്ടി. എൻ്റെ മുടി വെട്ടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടാഞ്ഞത് എൻ്റെ മുടിയുടെ നീളം കുറഞ്ഞു പോയതിലാണ് ഗൈസ്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ എഴിക്കകത്ത് ജംഗ്ഷനിലോട്ട് നടക്കുകയാണ്. റോഡിലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, പിന്നെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം മുടി വെട്ടുക എന്നുള്ളതാണല്ലോ ഗൈസ്. അപ്പം നേരെ ഞാൻ അതേ മുടി വെട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ മുടി വെട്ടിയതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഗൈസ്. ഞാൻ കണ്ടോ, പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് മുടി വെട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത്രയും ലെങ്ത് കുറഞ്ഞു പോയി ഗൈസ്. അപ്പോൾ എനിക്ക് വഴിയിൽ നിന്ന് അളിയനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അളിയൻ്റെ കൂടെ ഞാൻ നേരെ വന്നിട്ടുണ്ട്. അപ്പച്ചിയുടെ വീട്ടിലോട്ടാണ് വരുന്നത്. അവിടെ അമ്മ നിൽപ്പുണ്ടായിരുന്നു ഗൈസ്. ഇനി കാണാം എല്ലാവരുടെയും റിയാക്ഷൻ എന്താണെന്ന്. നിങ്ങൾ ഏതായാലും ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഗൈസ്. എല്ലാവരും നല്ല അടിപൊളി റിയാക്ഷനാണ്. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്, പക്ഷെ ഇഷ്ടപ്പെട്ടവരും ഉണ്ട് ഗൈസ്. ഹായ് ഗൈസ്. അപ്പേ എന്താ ശൈല വരുന്നത്? എല്ലാവരും ഒന്നിച്ചാണല്ലോ വരുന്നത്. എല്ലാ കാര്യമുണ്ടോ? എങ്ങനെയുണ്ടോ? വേണ്ട, അയ്യേ ഒരു ഗുണവുമില്ല. ഓ, ഇപ്പോഴത്തെ ശൈലി ഇതാണ്. നാളിയെ മാത്രമേ ഉള്ളൂ ഗായ്സ് എന്നെ സപ്പോർട്ട് ചെയ്തത്. കൊള്ളാമോ ശൈലേ? എന്ത് ശൈലേ? കൊള്ളത്തില്ല. എല്ലാരും പറഞ്ഞു കൊള്ളത്തില്ല. അയ്യോ, എന്റെ അച്ഛൻ ഇറക്കി വിടുവോ? ഇറക്കി വിടുവോ ഗൈസ്. നിങ്ങളപ്പോൾ കേട്ടല്ലോ ഇവരുടെയൊക്കെ റിയാക്ഷൻ. നിങ്ങൾ എന്താണെങ്കിലും ജെന്യൂൻ ആയിട്ട് കമൻറ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ മുടി വെട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. ഇതിന് ബാക്കി വീഡിയോസൊക്കെ ഉണ്ട് ഗൈസ്, നിങ്ങൾ ബാക്കി കാണും ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ മുടി വെട്ടിയിട്ടുള്ള ലാസ്റ്റ് ലുക്ക്. കുറച്ച് കുറഞ്ഞ് പോയപ്പോൾ തോന്നുന്നുണ്ട്, പക്ഷെ ലെയർ അടിച്ചേക്കുന്നതുകൊണ്ട് തോന്നുന്നതായിരിക്കും ഇത്രയും കുറഞ്ഞായിട്ട്. ഇവിടെ വരെ ഉണ്ട് ഗൈസ്. പിന്നെ ഇത് സെറ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് കുറച്ച് കുറവായിട്ട് തോന്നും. എൻ്റെ സ്ട്രെയിറ്റും ലെങ്ത് ഭയങ്കര നീളമായിട്ട് കിടക്കുന്ന മുടിയാണ്. അപ്പം ഇത് മറ്റേ സെറ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നീളം തോന്നിക്കും ഗൈസ്. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങളുണ്ട് ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അവന്മാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഗൈസ്. അർജുനും അനുക്കൂട്ടനും അപ്പൊണിക്കൊക്കെ ഇഷ്ടപ്പെട്ട്, അളിയനും ഇഷ്ടപ്പെട്ട്. പക്ഷെ അമ്മയ്ക്കും അപ്പയ്ക്കും അക്കമാർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇനി നമുക്ക് മാമിയുടെയും മാമൻ്റെയും പ്രണവിൻ്റെയും ഒക്കെ റിയാക്ഷൻ നോക്കാം.
ഗൈസ് അപ്പച്ചൻ അവിടുന്ന് അവരുടെ എല്ലാ റിയാക്ഷൻ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നേക്കുന്നത് നമ്മുടെ മാമൻ്റെ മമ്മിയുടെ അടുത്തോട്ടാണ്. ഇവിടെ വന്നപ്പോൾ മാമൻ ആദ്യമേ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോഴേ മാമൻ പറഞ്ഞു കൊള്ളത്തില്ല, കൊള്ളാത്ത രീതിയിലാക്കി വെച്ചെന്നാണ് പറയുന്നത്. മാമിക്ക് ആദ്യം മനസ്സിലായില്ല ഞാൻ മുടി കെട്ടിയെന്ന്. പിന്നെ ഞാൻ തിരിഞ്ഞു നിന്ന് കാണിച്ചു കൊടുത്തു. പക്ഷേ മാമി ഒരു എക്സ്പ്രഷൻ വിടാതെ അകത്തോട്ട് കയറിപ്പോയി ഗൈസ്. കാരണം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ആർക്കും മുടിയുടെ നീളം കുറച്ചതാണ് ഇഷ്ടപ്പെടാഞ്ഞത്. മുടി വെട്ടിയത് എല്ലാവർക്കും എനിക്കൊന്ന് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പക്ഷെ നീളം കുറഞ്ഞു പോയെന്ന് പറഞ്ഞാണ് പരാതി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ അവനോട് എന്നെ ഒന്ന് നോക്കെന്നാണ് പറയുന്നത്. അപ്പം അവൻ അർജുനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ ചിരിക്കുന്നുണ്ട്. അവസാനം അവൻ പറഞ്ഞു ഗൈസ് കൊള്ളാം എന്ന് പറഞ്ഞു. അവൻ ഇഷ്ടപ്പെട്ടു, അവൻ ഇങ്ങനെയൊക്കെ വെട്ടുന്നതാണ് ഇഷ്ടമെന്ന്. എന്നിട്ട് അവസാനം പറഞ്ഞു ഇവിടെ വേറെ പരിപാടിയിലായതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത്. കൊള്ളാം. അമ്മു വന്ന് ഗൈസ് അമ്മുവിൻ്റെ റിയാക്ഷൻ എടുക്കാൻ എൻ്റെ മുടി വെട്ടിയതിൻ്റെ. അമ്മു വന്നു. ഹായ് ഗായ്സ്, എങ്ങനെയുണ്ട്? കൊള്ളാവോ? ആണോ? ഇവരെല്ലാവരും ചീത്ത വിളിക്കും അടിയല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ പോയപ്പോൾ എന്നെ കണ്ട പോലെ ആയിരിക്കത്തില്ലല്ലോ ഇപ്പൊ കാണുന്നത്. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും റിയാക്ഷൻ ഒക്കെ കണ്ടല്ലോ ഗൈസ്. എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി വെട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മുടിക്ക് ഫുൾ സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാനൊരു ഹെയർ കെയർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മുടി ആകെപ്പാടെ ശോകം അടിച്ചിരിക്കുകയാണ്. ഞാൻ ഇത്രയും മുടി കയറ്റി വെട്ടുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ എപ്പോഴും ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വെട്ടുന്നത്. ഇതിപ്പോ ഇത്രയും കയറ്റി വെട്ടാൻ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഫുൾ സ്പ്ലിറ്റനായിരുന്നു ഗൈസ്. ഇങ്ങുവരെയും സ്പ്ലിറ്റനായിരുന്നു. എന്നിട്ടും ഞാൻ ഇത്രയും അല്ല പറഞ്ഞത്, കുറച്ച് കയറിപ്പോയതാണ് ഗൈസ്. സത്യത്തിൽ കുറച്ച് കയറിപ്പോയതാണ്. പിന്നെ ഇങ്ങനെ കിടക്കുന്നത് കുറഞ്ഞു പോയെന്ന് തോന്നുന്നത് നമ്മൾ ലെയർ അടിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞു പോയെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഇത്രയും ലെങ്തിലാണ് ഗൈസ് എന്റെ മുടി. ഇവിടെ വരെ ഈ ലെങ്ത് ഉണ്ട്. നേരത്തെ ഇവിടെ വരെ എങ്ങാണ്ടുണ്ടായിരുന്നു. ഇത്രയും പോയിട്ടുള്ളൂ ഗൈസ്. ഇത്രയുള്ള സംഭവം. അപ്പം ഗൈസ് നിങ്ങൾക്ക് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെടാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി കുറച്ച് നാളത്തേക്ക് ഈ ലുക്കിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും റിയാക്ഷൻ, അപ്പം അമ്മൂൻ്റെ റിയാക്ഷൻ ഇപ്പോൾ അമ്മൂന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, നല്ലതെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മുടി എപ്പോഴും ഇങ്ങനെ കിടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് എൻ്റെ മുടി ഇങ്ങനെ കിടക്കും ഗൈസ്. ഷാമ്പൂ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇടുവാണെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെ കിടക്കും. അല്ലെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെ ഒന്നും കിടക്കത്തില്ല, നീളത്തിൽ ഇങ്ങനെ കിടക്കത്തുള്ളൂ ഗൈസ്. പിന്നെ അമ്മൂന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നമ്മുടെ അളിയനും പനിക്കുട്ടനും അമ്മമാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേട്ടനും ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ചേച്ചിയെയും അണ്ണനെയും വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം. പിന്നെ നാളെ പോയി ദേവികയും അസ്നയും അലീഷയും കാണിക്കാം ഗൈസ്. അവളുമാരുടെ റിയാക്ഷൻ എന്താന്ന് നോക്കാം. പിന്നെ നന്ദുവിനെ ഞാൻ പിക്ക് അയച്ചു കൊടുക്കാൻ പോവുകയാണ്. അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയത്തില്ല. അവൾ മുടി കെട്ടിയിട്ടുണ്ട് ഗൈസ്. അവൾ പക്ഷേ ഇതിൽ ലെങ്ത് ഒക്കെ കുറച്ചിട്ടുണ്ട്. എൻ്റെ ഒരുപാട് ലെങ്ത് കുറഞ്ഞോന്ന് ചോദിച്ചാൽ ഇല്ല ഗൈസ്, ഞാൻ പ്രതീക്ഷ അത്രയും കുറഞ്ഞോളം തോന്നുന്നു. എന്നാലും കുറച്ച് കയറി പോയി. സാരില്ല ഗൈസ്, ലെയർ അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെങ്കിൽ കിടന്നേനെ. അപ്പൊ ഏതായാലും എന്റെ ലോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയുണ്ട് ഗൈസ്. ഇനി എന്റെ അച്ഛൻ, എന്റെ മെയിൻ താരം, എന്നെ ഇവിടെ ഇറക്കി വിടാത്ത കാര്യമായി. അച്ഛൻ വരുമ്പോൾ നോക്കാം അച്ഛന്റെ റിയാക്ഷൻ. അച്ഛനാണ് എനിക്ക് ഒരു ഇറക്കി വിടും. അച്ഛൻ ഇഷ്ടമല്ല മുടിയൊന്നും വെട്ടുന്നത്. ഗൈസ് ഇത്രയും മുടിയൊക്കെ ഉണ്ട്. എനിക്ക് പേടിയുണ്ട് ഗൈസ്, എനിക്ക് ഇത്രയും മുടിയുണ്ട്. അപ്പം ഏതായാലും ഇനി അച്ഛന്റെ റിയാക്ഷനും കൂടെ നോക്കാം ഗൈസ്. നമുക്ക് ഞാൻ സർപ്രൈസ് തരട്ടെ അച്ഛന്. കൊള്ളാമോ? കൊള്ളാമോ മുടി? ഇത്ര ഉള്ളു. കൊള്ളാവോ? നല്ലയാന്ന് പറ. നല്ലയാന്ന് പറ. എന്താ കൊള്ളരുതായ്മ? എന്താ എന്താ പറ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചേച്ചിയുടെ റിയാക്ഷൻ. ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അണ്ണൻ ഉറങ്ങുന്നോണ്ട് അണ്ണന്റെ റിയാക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ റിയാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഒരു ചെറിയ പോർഷൻ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്യാമറ വെച്ച് എടുക്കാൻ പറ്റില്ല. കാരണം ആ ചേച്ചി മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ വേറെ ആരും ഇല്ലായിരുന്നു എനിക്കൊന്ന് ക്യാമറ കൊടുത്ത് എടുപ്പിക്കാൻ പോലും. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവരുടെയും റിയാക്ഷൻ ഇട്ടിട്ടുണ്ട്. ഇടാൻ പറ്റാത്ത റിയാക്ഷൻ നമ്മുടെ അച്ചൂട്ടന്റെ ആണ്. പിന്നെ നന്ദുവിന്റെ മുത്തിനും ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുമായിരുന്നു. അവളുമാർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ ഹെയറിന്റെ ലെങ്ത് കുറഞ്ഞതിന്റെ കുറച്ച് പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അച്ചൂട്ടന്റെ ആണ് ഗൈസ്. അവളെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. അവളെ അടിപൊളി റിയാക്ഷൻ ആയിരുന്നു ഗൈസ്. അവള് ശരിക്കും ഞെട്ടിപ്പോയി. അവൾ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇത്രയും ഹെയറിന്റെ ഷോർട്ട് ആക്കുമെന്ന്. പക്ഷെ എന്റെ ഫോണിൽ വിളിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരു
ഷൂട്ട് ചെയ്യാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പ്രവീണാണന്റെ ആണ്. അണ്ണൻ പിറ്റേ ദിവസം എന്തോ ആണ് കണ്ടത് ഞാൻ മുടി വെട്ടിയത്, അതുകൊണ്ട് അണ്ണന്റെ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ദേവിക ഹാസനെ അലീഷയുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവളുമാർ എണ്ണീറ്റ് ഉടനെ ചെന്നതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ ഇടുന്നില്ല ഗൈസ്. പക്ഷെ അവളുമാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കോളേജിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മുടി വെട്ടിയത്. പിന്നെ ലെങ്ത് കുറഞ്ഞു പോയതിന്റെ പരാതികൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എന്റെ മുടി വെട്ടിയത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എല്ലാവരും കമന്റ് ചെയ്ത് പറയണം. ഒരുപാട് വീഡിയോസ് ഒക്കെ വരാനുണ്ട് ഗൈസ്. ഞാൻ വീഡിയോ ഇടാൻ ലാഗ് അടുപ്പിക്കുന്നതിന്റെ കാര്യം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കുറച്ച് തിരക്കുകൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കും ഗൈസ്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.